ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ +2 വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ. പെൺകുട്ടി ജീവൻ ഒടുക്കാൻ ശ്രമിച്ചിരുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. പെൺകുട്ടി എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അണുബാധയെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് 17-കാരി മരിച്ചത്. വിദ്യാർത്ഥിനി ഗർഭിണിയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. അച്ഛനും അമ്മയും ക്ഷമിക്കണമെന്ന് കത്തിൽ പറയുന്നു. ടീച്ചറായി കാണണമെന്ന അമ്മയുടെ ആഗ്രഹത്തെക്കുറിച്ച് കത്തിൽ സൂചനയുണ്ട്. കത്തിൽ തീയതി രേഖപ്പെടുത്തിയിട്ടില്ല. സംഭവത്തിൽ പെൺകുട്ടിയുടെ സഹപാഠിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സഹപാഠിയുടെ രക്തസാമ്പിൾ ശേഖരിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മദ്യപാനത്തിനിടെ സുഹൃത്തുക്കളുമായി തർക്കം. കോടാലി കൊണ്ട് തലക്കടിയേറ്റ യുവാവ് മരിച്ചു. കൊച്ചി മഴുന്നവന്നൂർ സ്വദേശി പ്രസാദ് കുമാറാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ പ്രസാദ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രസാദിന്റെ തലക്കടിച്ച 2 സുഹൃത്തുക്കൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തും. പ്രസാദ് കുമാറിനെ കോടാലി കൊണ്ട് അടിച്ച ശേഷം സുഹൃത്തുക്കൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ പിടികൂടുകയായിരുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഗുണ്ടാ ആക്രമണം. ഹോട്ടൽ ജീവനക്കാരന് വെട്ടേറ്റു. കഴക്കൂട്ടം ജംഗ്ഷനിലെ കൽപ്പാത്തി ഹോട്ടലിലായിരുന്നു സംഭവം. കൈപ്പത്തിയിൽ ഗുരുതരമായി പരിക്കേറ്റ് വെഞ്ഞാറമൂട് സ്വദേശി തൗഫീഖ് റഹ്മാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കഴക്കൂട്ടം സ്വദേശി വിജീഷ്, സഹോദരൻ വിനീഷ് എന്നിവർ പിടിയിലായി. ഒരാഴ്ച മുൻപ് വിനീഷ് മദ്യപിച്ച് ഹോട്ടലിലെത്തി പണം ആവശ്യപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം. പങ്കാളിയെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തി. ശരീരം 50 കഷ്ണങ്ങളാക്കി മുറിച്ച് ഉപേക്ഷിച്ചു. ജാർഖണ്ഡിലെ വനപ്രദേശത്താണ് സംഭവം നടന്നത്. സംഭവത്തിൽ നരേഷ് എന്ന യുവാവ് അറസ്റ്റിലായി. ഇയാൾ ഇറച്ചിവെട്ടുകാരനാണെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകത്തിന് 2 ആഴ്ചയ്ക്ക് ശേഷം തെരുവ് നായ മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ കടിച്ചു നടക്കുന്നത് ശ്രദ്ധിച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. 24 വയസ്സുള്ള തമിഴ്നാട്ടുകാരിയുമായി 2 വർഷമായി നരേഷ് അടുപ്പത്തിലായിരുന്നു. കുറച്ചുകാലം മുൻപ് ഇയാൾ തന്റെ പങ്കാളിയോട് പറയാതെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇതേ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇയാൾ തമിഴ്നാട്ടിലെ ഇറച്ചിക്കടയിൽ ജോലി ചെയ്യുന്ന ആളാണെന്നും മാംസം മുറിക്കുന്നതിൽ വിദഗ്ധനാണെന്നും പോലീസ് പറഞ്ഞു. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ ലോഡ്ജിൽ യുവതി കൊല്ലപ്പെട്ട കേസിൽ പ്രതിക്കായി അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്ക്. മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീലയാണ് ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെട്ടത്. കൂടെ മുറിയെടുത്ത് തൃശൂർ തിരുവില്ലാമല സ്വദേശി അബ്ദുൾ സനൂപ് കർണാടകയിലേക്ക് കടന്നെന്നാണ് പോലീസിന് കിട്ടിയ വിവരം. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ഫസീല നൽകിയ പീഡന പരാതിയിൽ അബ്ദുൾ സനൂപ് നേരത്തെ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഈ വിരോധമാകാം കൊലപാതക കാരണം. പിണക്കത്തിലായ ഇരുവരും വീണ്ടും അടുത്തിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളൂ എന്നാണ് പോലീസിന് കിട്ടിയ വിവരം. നേഴ്സായ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തെന്ന് പരാതി. ഉത്തർപ്രദേശിലെ ജലൗനിലാണ് സംഭവം. ജോലിക്കായി ആശുപത്രിയിലേക്ക് സ്കൂട്ടറിൽ പോകവെയാണ് കൂട്ടബലാത്സംഗത്തിനിരയായത് എന്നാണ് യുവതിയുടെ പരാതി. ഗുരുതരമായി പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സ തേടി. 4 അംഗ സംഘമാണ് യുവതിയെ തടഞ്ഞത്. ഇവരിൽ 2 പേർ യുവതിയെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. യുവതിയുടെ സ്വകാര്യ ഭാഗത്ത് വടി കുത്തിയിറക്കുകയും മുളകുപൊടി വിതറുകയും ചെയ്ത ശേഷമാണ് സംഘം സ്ഥലം വിട്ടത്. ഒരു യുവാവും അയാളുടെ ബന്ധുവും ചേർന്ന് ഭാര്യയെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ഭർത്താവ് നൽകിയ പരാതിയിൽ പറയുന്നത്. അതേസമയം യുവതിക്ക് മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടായിരുന്നതായും ഇയാളും കുടുംബവുമാണ് യുവതിയെ മർദ്ദിച്ചതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം.